ഡൈനാമിക് ചിക്കനും അറബിക് റൈസും ഒരു രക്ഷയില്ലാട്ടോ. അടിപൊളി ടേസ്റ്റ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാൽ ആദ്യം കുറച്ച് വറ്റൽമുളക് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ട് ഇതുപോലെ പേസ്റ്റ് ആക്കി. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ അരച്ച പേസ്റ്റും ടൊമാറ്റോ പേസ്റ്റും കുറച്ച് മുളക് പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉപ്പും കൂടെ ചിക്കനിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് നമുക്കിനി ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിവിടെ റൈസ് ഉണ്ടാക്കിയത്. പാനിൽ നെയ്യ് ഒഴിച്ച് ഈ കാണുന്ന സ്പൈസസും തക്കാളിയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റി. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച വറ്റൽമുളകിന്റെ പേസ്റ്റ് ഇല്ലേ, അതും മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഒരു 2 മാഗിയുടെ ക്യൂബും കൂടെ ഞാനിവിടെ പൊടിച്ചിടുന്നുണ്ട്. റൈസ് ശരിക്കും ബസ്മതി റൈസ് ആണ് കേട്ടോ വേണ്ടത്, പക്ഷെ എന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജീരകശാല റൈസ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും 2 പച്ചമുളകും ഒരു ഉണക്കനാരകയും കൂടെ ഇട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് നമുക്കിനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. കഴിഞ്ഞിട്ടില്ല. ഇനി ഈ ചിക്കൻ ഫ്രൈ ആയി കഴിയുന്ന സമയം കൊണ്ട് നമുക്കിനി ഒരു സോസ് റെഡി. ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ടയും 3 അല്ലി വെളുത്തുള്ളിയും നേരത്തെ നമ്മൾ അരച്ചു വെച്ച പേസ്റ്റും ഹണിയും ഓയിൽ കുറച്ച് ആഡ് ചെയ്ത് അരച്ചെടുക്കാം. ഇതത്ര എളുപ്പമുള്ള പരിപാടിയല്ല കേട്ടോ. കുറച്ച് കഷ്ടപ്പെട്ടാൽ എന്താ, സംഭവം സെറ്റ് ആണ് കേട്ടോ. കിട്ടില്ല. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളി.